നമസ്തേ. ഗുണ്ടയിൽ നിന്ന് സാമൂഹിക പ്രവർത്തകനായി മാറിയെന്ന് വിശ്വസിച്ച ആൾക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ. നാറ്റിക്കും ഞാൻ, 5 പേരെ കൊല്ലാൻ പോലും തയ്യാറാണ് എന്ന ഭീഷണി ശബ്ദരേഖ പുറത്തു വന്നതോടെ ആലപ്പുഴ വീണ്ടും ഞെട്ടുകയാണ്. ഇറച്ചി ആൽബിൻ എന്ന പഴയ പേര് വീണ്ടും ചർച്ചയാകുമ്പോൾ ശരിക്കും ഇയാൾ മാറിയിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആലപ്പുഴയിൽ സാമൂഹിക പ്രവർത്തകൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആൽബിൻ മാത്യുവിനെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതിയും അതിന് പിന്നാലെ പുറത്തുവന്ന ഭീഷണി ശബ്ദരേഖയും സംസ്ഥാനത്ത് വലിയ ചർച്ചയാകുകയാണ്. ഒരു കാലത്ത് ഇറച്ചി ആൽബിൻ എന്ന പേരിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന ഇയാൾ പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു പുതിയൊരു ജീവിതം ആരംഭിച്ചു എന്നായിരുന്നു പൊതുവിലുണ്ടായിരുന്ന വിലയിരുത്തൽ. എന്നാൽ പുതിയ ആരോപണങ്ങൾ ഉയർന്നതോടെ ആ മാറ്റം യഥാർത്ഥമായിരുന്നോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത്. ആലപ്പുഴ പുന്നപ്രയിൽ പ്രവർത്തിക്കുന്ന ശാന്തിഭവൻ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതിയാണ് ആൽബിൻ മാത്യുവിനെതിരെ ലൈംഗികാധിക്ഷേപ പരാതി നൽകിയത്. ജോലി ചെയ്യാനെത്തി 3 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഒരാഴ്ചയായി ആൽബിൻ മാത്യു നിരന്തരം ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളാണ് നടത്തിയതെന്നും അനാവശ്യമായി സ്പർശിക്കാൻ ശ്രമിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. ഈ വിഷയത്തിൽ സ്ഥാപനത്തിലെ മാനേജരോട് പരാതി അറിയിച്ചെങ്കിലും നടപടിയെടുക്കേണ്ടതിനു പകരം തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ ആരോപണം. യുവതിയുടെ വാക്കുകൾ കേൾക്കാം. എന്നോട് മോശമായി പെരുമാറുകയും സെക്സിന് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് ഓഫർ ആള് തന്നു. അയാൾ ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കുന്ന 2-3 വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ എൻ്റെ മാനേജറിനെ കാണിച്ചത്. മാനേജറിനെ കാണിച്ചെന്ന പേരിലായിരുന്നു ഞാനുമായിട്ട് ഇന്ന് സംസാരിച്ചത്. ഞാനത് പ്രതികരിച്ചു. അവിടെ ഒരു ബഹളമുണ്ടായി. എന്നോട് പുറത്തു പോകരുതെന്ന് പറഞ്ഞു. 5 മണിയാകാതെ പുറത്തു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് ഉടനെ തന്നെ ഞാൻ ബാഗും എടുത്ത് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പിന്നെ ഞാൻ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു. ഇതിനിടെയാണ് കേസിൽ നിർണായകമെന്ന് പറയപ്പെടുന്ന ഒരു ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നത്. പരാതിക്കാരിയെ പോലീസിൽ പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഗുരുതര ഭീഷണി മുഴക്കുന്നതുമായിട്ടുള്ള സംഭാഷണമാണിതെന്ന് ആരോപിക്കപ്പെടുന്നു. ആ ഓഡിയോ ഇതാണ്. റെക്കോർഡ് വല്ലതും ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും. ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോലീസിനെ അറിയിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മുതൽ കൊളസംഘത്തിലേക്ക് ചേരുവ. കമ്മീഷനിലേക്ക് വരുന്നു. ഇന്നും മുതൽ ചേരുവ. എനിക്ക് 5 പേരെ കൊല്ലണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി. ഇനി അത് നാട്ടുകാരെ നടത്തിക്കോ. നീ ഒന്നുമില്ല മനസ്സിലാക്കാടോ. ഇത്രയും വലിയ പെണ്ണ് പ്രശ്നം ഉണ്ടായിട്ട് ഒറ്റ മനുഷ്യരെ ഇവിടെ വന്ന ഇവിടെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയോ. എനിക്ക് വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ എനിക്ക് ഏത് പോലീസിന് ഞാൻ ചെന്നിത്തല വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ച പിടി കൊടുക്കണം. നീ എന്നോട് പഠിച്ചാൽ ഈ 5ാമത്തെ ലിസ്റ്റിൽ നീ വിടും. പുറത്തു പോകണം. കരത്തിനും ആദ്യം കൊല്ലില്ല. അവനോട് ഇവിടെ ഇരുന്നാലും കൊള്ളാം. ഈ നാട്ടുകാരെ അവിടെ കയറി വീട് തല്ലിപ്പൊളിക്കുകയും പ്രശ്നം ഉണ്ടാകരുത്. ഞാൻ തിങ്കളാഴ്ച ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പലതും പറയും. നാട്ടിക്ക് ഞാൻ കെട്ടിയ പെണ്ണാണെന്നും പിന്നാണെന്നും അതൊക്കെ പലതും ഞാൻ പറയും. പക്ഷെ മര്യാദക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോ? ഭീഷണിപ്പെടുത്തില്ല. ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ നിന്റെ താലിയിട്ടാണ്. നിന്റെ താലിയിട്ട് എന്റെ തെളിവുണ്ടെന്ന് ഞാൻ സോഷ്യലിൽ ഇടാൻ പോവാ. ഓഡിയോയിൽ കേൾക്കുന്ന അനുസരിച്ച് കോൾ റെക്കോർഡ് ചെയ്യുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്താൽ ഞാൻ വീട്ടിലേക്ക് വരും. 5 പേരെ കൊല്ലാൻ ഞാൻ ഇന്നു മുതൽ കൊള്ളസംഘത്തിൽ ചേരും. ഇത്ര വലിയ പെണ്ണുകേസ് ഉണ്ടായിട്ടും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന രീതിയിലുള്ള ഭീഷണിയാണ് പരാതിക്കാരിക്കെതിരെ ഉയർത്തുന്നതെന്ന് ആരോപണമുണ്ട്. യുവതിയുടെ ആരോപണ പ്രകാരം ആൽബിൻ മാത്യുവിന്റെ മോശം പെരുമാറ്റത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും തന്റെ കൈവശമുണ്ടെന്നും പോലീസിൽ പരാതി നൽകാതിരിക്കാൻ ഏകദേശം 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായും അവർ ആരോപിക്കുന്നുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പുന്നപ്ര പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആൽബിൻ മാത്യുവിന്റെ പഴയ ജീവിതവും ഇപ്പോൾ വീണ്ടും ചർച്ചയാകുകയാണ്. 3 കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന ഇയാൾ ഇറച്ചി ആൽബിൻ എന്ന പേരിലാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ജയിലിൽ കഴിയുന്നതിനിടെ സ്വാതന്ത്ര്യദിന നറുക്കെടുപ്പിലൂടെ മോചിതനായ ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞുവെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ വിമർശകർ പറയുന്നത് വേറെയാണ്. പഴയ ക്രിമിനൽ പശ്ചാത്തലം ഉപേക്ഷിച്ച് സാമൂഹ്യ പ്രവർത്തന
ആരോപണത്തിന്റെ മറവിൽ പുതിയ മുഖം സൃഷ്ടിച്ചുവെന്ന ആരോപണങ്ങളാണ് വീണ്ടും ശക്തമാകുന്നത്. ശാന്തിഭവന് വിദേശത്ത് നിന്ന് വലിയ തോതിൽ ഫണ്ട് ലഭിക്കുന്നതായുള്ള ആരോപണങ്ങളും മുമ്പ് ഉയർന്നു വന്നിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ലൈംഗികാതിക്രമ പരാതിയും ഭീഷണി ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില ആരോപണങ്ങളിൽ ഇയാൾക്ക് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായും ചില ഉന്നത ഉദ്യോഗസ്ഥരുമായും ബന്ധമുണ്ടെന്നും മുൻകാല കേസുകളിൽ സ്വാധീനം ഉപയോഗിച്ചെന്നുമുള്ള അവകാശവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇയാൾക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായും ഒക്കെ അടുത്ത ബന്ധമാണെന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇയാൾ പറയുന്നുണ്ട്, രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ പരാതി ഉയർന്നു വന്നതിന് പിന്നാലെ ആൽബിൻ മാത്യു ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം ചില രാഷ്ട്രീയ നേതാക്കളെ കാണാൻ പോയി, അതായത് ഈ രമേശ് ചെന്നിത്തലയെ കാണാൻ പോയി എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതും സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ സംഭവത്തോടെ ഒരു വലിയ ചർച്ചയാണ് വീണ്ടും ഉയരുന്നത്. ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ മാറിയെന്ന് സമൂഹം വിശ്വസിച്ചാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ നിയമത്തിന്റെയും അന്വേഷണ സംവിധാനങ്ങളുടെയും നിരന്തരമായ മേൽനോട്ടം അനിവാര്യമാണോ? പരാതിക്കാരിയുടെ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അതേസമയം അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ആരെയും കുറ്റക്കാരനായി വിധിക്കരുതെന്നും നിയമവിദഗ്ധർ ഈ കേസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ സത്യം എന്താണെന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്വമാണ്. പരാതിക്കാരിക്ക് നീതി ലഭിക്കുകയും ആരോപണ വിധേയനായ വ്യക്തിക്ക് നിയമപ്രകാരം ന്യായമായ അന്വേഷണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാന ബാധ്യതയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരം ഗുരുതര പരാതികളിൽ അന്വേഷണം വേഗത്തിലാക്കി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവയ്ക്കൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒപ്പം ഈ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.